യുവരാജ്, 2008 UPA സർക്കാരാണ് സെലബി ഓപ്പറേഷന് അനുമതി നൽകിയത്. റെജി ലൂക്കോസ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ റെജി ചോദിക്കുന്നത് സെലബി അപകടകാരിയായിരുന്നു എന്തുകൊണ്ട് നിലവിലുള്ള കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ നേരത്തെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. ശ്രീ റെജി ലൂക്കോസിൻ്റെ ചോദ്യം വളരെ ലോജിക്കലാണ്. അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമില്ല. ഒന്നെന്ന് പറയുന്നത്, തുർക്കി എന്ന് പറയുന്ന കമ്പനിക്ക് 2008 സെലബി എന്ന് പറയുന്ന കമ്പനിക്ക് 2008 ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ എയർപോർട്ടുകളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തുടങ്ങുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റ് കൊടുക്കുന്നു, അവർക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു. പിന്നീട് ഈ പറയുന്ന പല ടെൻഡറുകളിലാകട്ടെ, പിന്നീട് ഈ പറയുന്ന പല എയർപോർട്ടുകളിലേക്കും ഇവർ പോകുന്ന സമയത്ത് ഏറ്റവും ചെറിയ എമൗണ്ടിന് അവർ ടെൻഡർ കോട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരിലേക്ക് തന്നെ ഈ പറയുന്ന കോൺട്രാക്റ്റ് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. 2014 മുതൽ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ സാറിന് ഞാൻ ഒരു പോയിന്റ്, അതായത് അന്നുള്ള ഇന്ത്യൻ എയർലൈൻസിന് എയർ ഇന്ത്യന് മനഃപൂർവ്വം കൊന്നു കുഴിച്ചുവിടാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനമായിരുന്നു. ആയിക്കോട്ടെ, ഡിഫറെന്റ് അതായിക്കോട്ടെ, ഞാൻ അതിൻ്റെ അകത്ത് പൊളിറ്റിക്സിലേക്കല്ല പോകുന്നത്. നോക്കൂ, ഇത്തരം ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എന്ന് വേണം സംസാരിക്കുക. അതിനിപ്പോൾ UPA ഗവൺമെന്റ് ആണോ NDA ഗവൺമെന്റ് ആണോ, ദാറ്റ് സംതിങ് ഡിഫറെന്റ്. അപ്പോൾ 2008 അത്തരത്തിലൊരു സമാനമായിട്ടുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമോ തുർക്കിയുടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ അല്ല. തീർച്ചയായിട്ടും തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം. പക്ഷേ അവരുമായിട്ട് ട്രേഡിൻ്റെ കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് നമ്മൾ അന്ന് പോയിട്ടില്ല. നമ്മളത് ഇന്നും നമ്മൾ ഒഫീഷ്യലി അത്തരത്തിലൊരു നിലപാടിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ശ്രീ റെജി ലൂക്കോസ് കയറാൻ വൈകിയതുകൊണ്ടാണ് ഈ പറയുന്ന ട്രാവലേഴ്സിൻ്റെ ടൂറിസ്റ്റുകളുടെ കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. $400 മില്യൺ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ തുർക്കിയിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ശ്രീ റജി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 60% ഭാരതീയരും തുർക്കിയിലേക്ക് പോകുന്നതിനുള്ള അവരുടെ ട്രാവൽ പ്ലാൻസ് ക്യാൻസൽ ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു സാഹചര്യം നിലവിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2014 മുതൽ 2025 വരെ തുർക്കിയോട് ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നിട്ടുള്ള ഒരു നിലപാടല്ല നിലവിൽ ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഭാരതത്തിന് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തോടുള്ള അതൊരുപാട് ചേഞ്ച് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിൽ ഒഫീഷ്യലി ഒരു നിലപാട് എന്താണ്, ഓക്കെ നിങ്ങളെന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ കോട്ട് ചെയ്യാൻ പാടില്ല, നിങ്ങളൊരു ടെൻഡറിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു നിലപാടിലേക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അവരുടെ ശ്രദ്ധയിൽ പെടണം. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഓപ്പൺ സാഹചര്യത്തിലേക്ക് അവർ പോയിട്ടില്ല. പക്ഷെ അവരെ കാലാകാലങ്ങളിൽ ഇവിടെ അത്തരത്തിലുള്ള ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള മേഖലകളിൽ തുടരാൻ അനുവദിക്കുന്നത് അത്ര നല്ലതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഫ്ലോ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെ തീർച്ചയായിട്ടും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇനി അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ശരിയാണ്, നമ്മളിപ്പോൾ ഒരു ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യരെ തീർച്ചയായിട്ടും മനുഷ്യരെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്ന ഒരു മിഷൻ ഇന്ത്യ റൺ ചെയ്തിരുന്നു തുർക്കിയിൽ. ഈ പറയുന്ന ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് അത് തുർക്കിയിൽ മാത്രമല്ല, ഇപ്പം നേപ്പാളിൽ ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യ ഗവൺമെൻറ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടായ സമയത്തും ഇന്ത്യ ഗവൺമെൻറ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇനി നാളെ ചൈനയിലൊരു വിഷയം ഉണ്ടായിരുന്നാലും ശരി തന്നെയാണ്, ഇത്തരത്തിലൊരു വലിയ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിരുന്നാലും തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് അവിടെ എത്തും. പക്ഷേ സ്വാഭാവികമായിട്ട് കേരളത്തോട് ആ ചോദ്യം സ്പെഷ്യലായിട്ട് വരുന്നതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ ആരും തന്നെ ഈ പറയുന്ന തുർക്കിയിലേക്ക് ഓടാൻ നിൽക്കാത്ത സമയത്ത് കേരളത്തിന് മാത്രം തുർക്കിയോട് എന്താണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് മാത്രം എന്താണ് തുർക്കിയോട് അത്രയ്ക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റിയാണ്. ആ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ആരെങ്കിലും അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടോ. ഇപ്പോൾ 2022 നൈജീരിയയിൽ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. നൈജീരിയയിൽ ഫ്ലഡ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 82,00,000 വീടുകൾക്കാണ് ഡാമേജ് ഉണ്ടായിരിക്കുന്നത്. അത്രയധികം ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അപ്പോൾ കേരളം സഹായിക്കാതെ ഇരുന്നത് എന്നുള്ളൊരു ചോദ്യമല്ലേ. 2023 തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്, 2022 നൈജീരിയയിൽ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ആ വിഷയത്തിൽ
വിഷയത്തിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഇനി അങ്ങ് പറഞ്ഞു എന്താണ് മനുഷ്യനെ സഹായിക്കണം, ലോകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ മനുഷ്യനെ സഹായിക്കണം. തീർച്ചയായിട്ടും സഹായിക്കണം സാർ, യാതൊരു എതിരഭിപ്രായവും നമുക്കില്ല. ഈ കോവിഡിൻ്റെ സമയത്ത് വാക്സിൻ ഡിപ്ലോമസി നമ്മൾ തുടങ്ങി. ലോകത്ത് ചില രാജ്യങ്ങൾ വിശേഷിപ്പിച്ചത് ചൈന അസുഖത്തിന് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യ ഈസ് ഹീലിംഗ് ഇറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. ചൈന രോഗം വ്യാപിപ്പിക്കുന്നു, ഇന്ത്യ അതിനെ സുഖപ്പെടുത്തുന്നു എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ആ സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ദ ഒപ്പോസിഷൻ പാർട്ടീസ് ആർ കോളിംഗ് ഇറ്റ് എ സ്കാം എന്ന് വിളിക്കുന്നു എന്നാണ്, അതിനെ അഴിമതി എന്ന് വിളിക്കുന്നു എന്നാണ്. ഇതിനെ നമ്മുടെ വാക്സിൻ ഡിപ്ലോമസിയെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ, ആഫ്രിക്കയിൽ ഉൾപ്പെടെ ഏറ്റവും ദുർബലരായ ജനതയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തിരുന്ന നിലപാട് എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതിനുശേഷം മാത്രം ഈ സെലക്റ്റീവായിട്ടുള്ള മനുഷ്യസ്നേഹത്തെക്കുറിച്ചിട്ട് നിങ്ങളെപ്പോലുള്ളവർ പറയുന്നതായിരിക്കും ശരി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നിങ്ങൾ കൊടുത്തതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. 10-50,000 പേര് അവിടെ മരിച്ചു പോയിട്ടുള്ള ഒരു വലിയ ഭൂകമ്പം തന്നെയാണ് നടന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ലോകത്ത് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് സാർ, തുർക്കിയിൽ മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.